മറ്റൊരു CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ഒരുങ്ങുകയാണ്. പാർട്ടിയിൽ സംഭവിച്ച പല ചരിത്രപരമായ മാറ്റങ്ങൾക്കും തുടക്കമായത് കൊല്ലത്ത് നിന്നാണ്. CPIMനെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയ വിഭാഗീയതയുടെ തുടക്കവും കൊല്ലത്ത് നിന്ന് തന്നെയായിരുന്നു. 1995 നടന്ന കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച CIT നേതാവ് N പത്മലോചൻ അന്ന് പരാജയപ്പെട്ടു. 98 പാലക്കാട് സമ്മേളനത്തിലെ വെട്ടിനിരത്തലിലാണ് അത് കലാശിച്ചത്. 30 കൊല്ലത്തിന് ശേഷമാണ് കൊല്ലം നഗരം CPIM സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. 1995 കൊല്ലത്ത് നടന്ന സമ്മേളനം CPIMന്റെ ചരിത്രത്തിൽ പാർട്ടിയുടെ കരുത്തിനൊപ്പം ദൗർബല്യങ്ങളുടെയും ഒരേടാണ്. KR ഗൗരിയമ്മയ്ക്കെതിരായ നടപടി നീക്കം പാർട്ടിക്കകത്ത് സൃഷ്ടിച്ച ഭിന്നതയുടെ പശ്ചാത്തലത്തിലായിരുന്നു കൊല്ലം സമ്മേളനം. ഗൗരിയമ്മയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന കശുവണ്ടി ഇറക്കുമതി ആക്ഷേപം പൊതുചർച്ചയിൽ ആരോപണ പ്രത്യാരോപണങ്ങളായി ഉയർന്നു വന്നു. ചർച്ചയ്ക്കൊടുവിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഔദ്യോഗിക പാനലിനെതിരെ 17 പേർ മത്സരിച്ചു. സമ്മേളന പ്രതിനിധിയായിരുന്ന കരിങ്ങന്നൂർ മുരളിയാണ് പാനലിനെതിരെ ബദൽ പേര് നിർദ്ദേശിച്ച് തുടക്കമിട്ടത്. ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും മത്സരിച്ചവരിൽ ഉൾപ്പെടുന്നു. വോട്ടെണ്ണിയപ്പോൾ ഔദ്യോഗിക പാനലുണ്ടായിരുന്ന ഒരാൾ മാത്രം തോറ്റു. കശുവണ്ടി ഇറക്കുമതിയിൽ ഗൗരിയമ്മയ്ക്കൊപ്പം വിമർശനം നേരിട്ട കൊല്ലത്തു നിന്നുള്ള CIT നേതാവ് N പത്മലോചനാണ് തോറ്റത്. കൊല്ലത്തു നിന്ന് തന്നെയുള്ള P രാജേന്ദ്രനാണ് മത്സരിച്ച് ജയിച്ചത്. AK ബാലൻ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോറ്റുപോയി. അന്നത്തെ CIT നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന MM ലോറൻസ് ഒരു വോട്ടിന് കഷ്ടിച്ചാണ് ജയിച്ചത്. ലോറൻസിനെ ജയിപ്പിക്കുന്നതായി AK ബാലനെ എണ്ണിത്തോൽപ്പിച്ചെന്നും അന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ജനറൽ സെക്രട്ടറി ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് കേരളത്തിലെ പാർട്ടി ബാധിച്ചിരിക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങളെപ്പറ്റി ശക്തമായ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആ മുന്നറിയിപ്പൊന്നും ഗൗരവമായി എടുത്തില്ല. CIT പക്ഷത്തെ മുച്ചൂടും വെട്ടിനിർത്തിയ 98 പാലക്കാട് സമ്മേളനത്തിൽ വിഭാഗീയത മുടിയഴിച്ചാടുന്നതാണ് കണ്ടത്. പിന്നീടുള്ള 15 വർഷക്കാലം കേരളത്തിലെ CPIMനെ വിഭാഗീയത ഗ്രസിച്ചു നിന്നു. എന്നാൽ 2015 ആലപ്പുഴ സമ്മേളനത്തോടെ വിഭാഗീയ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ അന്ത്യം കുറിക്കാൻ CPIMനായി. പക്ഷേ ഇപ്പോഴും അതിൻ്റെ മുറിവുകൾ ബാക്കിയാണ്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.